ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇനി രണ്ടാഴ്ചയിൽ താഴെയുള്ളൂ തെരഞ്ഞെടുപ്പിന്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസവും? നന്നായി നടക്കുന്നു. ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല. ഓരോ ദിവസം കഴിയുന്നതോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. എല്ലാ ദിവസങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് ഓരോ മേഖലകളിൽ എത്തുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇതുവഴി വന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എതിർ പാർട്ടിക്കാർ, എതിർ മുന്നണിക്കാർ വിമർശനം ഉന്നയിക്കും. വലിയ വിമർശനമാണ് അങ്ങേക്കെതിരെ CPM ആകട്ടെ, LDF ആകട്ടെ, BJP ആകട്ടെ ഉന്നയിക്കുന്നത്. എങ്ങനെയാണ്? ഒന്നും ചെയ്തില്ല എന്ന പരാതിയാണ് അവർ പറയുന്നത്. അതിപ്പോ അത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തും പറയാം. ഈ സത്യാവസ്ഥകൾ ഒരിക്കലും പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷേ സത്യാവസ്ഥകൾ മറച്ചു വെക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ഇത് ചെയ്തില്ല എന്ന് പറയാൻ ആർക്കും പറ്റില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ, അതിന്റെ യാഥാർത്ഥ്യം അതാണ്. പലപ്പോഴും പല പഞ്ചായത്തുകളിലും MP എന്നുള്ള നിലയിൽ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചാൽ ആ പഞ്ചായത്തുകൾ അതിനെ എതിർക്കുകയാണ്. എന്ന് വെച്ചാൽ പഞ്ചായത്ത് എതിർക്കാനുള്ള കാരണമെന്ന് പറയുന്നത് LDF നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു കാരണവശാലും അവരത് അനുവദിക്കാതെ പോകുന്നുണ്ട്. അത് സ്വാഭാവികമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ കൊടുക്കുന്നത് അവരനുവദിക്കുന്നില്ല എങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് കൊടുക്കും. അത് കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കിക്കൊണ്ടല്ല. ആര് ഒരാവശ്യം ഉന്നയിച്ചാലും ആ ആവശ്യം ഉന്നയിക്കുന്നതനുസരിച്ച് ആ പ്രദേശത്തേക്ക് മാറ്റിക്കൊടുക്കും. അങ്ങനെ 100% MP ഫണ്ട് ഞാനിവിടെ ചെലവഴിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. 100%. BJP ആയിട്ട് ഒത്തുകളിക്കുന്നു. കഴിഞ്ഞ തവണയും BJPയുടെ സഹായത്തോടെ ജയിച്ചത്. ഇരട്ട വോട്ടിലടക്കം BJPയുടെ ഓഫീസ് സെക്രട്ടറി സഹായിച്ചു എന്നായിരുന്നു വിമർശനം. ഇരട്ട വോട്ടിലടക്കം BJPയുടെ ഓഫീസ് സെക്രട്ടറി സഹായിച്ചു എന്ന പരാതിയൊക്കെ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളിലും അർപ്പിതമാണ്. അമിതാധികാരവും ദൂർത്തും കാരണം സാധാരണക്കാരന്റെ ജീവിതം തകർക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഒക്കെ BJPയും CPM തമ്മിലാണ് ഇവിടെ രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടയ്ക്ക് പാർട്ടി വിട്ട വെള്ളനാട് ശശി അടക്കം ആരോപിച്ചത് അങ്ങേക്കെതിരെയാണ് ആരോപണം. അങ്ങ് BJP ജയിച്ചാൽ മതി, പ്രശ്നമില്ല എന്ന തരത്തിലൂടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോപണമൊക്കെ. അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. ഞാൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇതേക്കുറിച്ച് യാതൊരു ബന്ധവുമില്ല, ഞാൻ അറിയില്ല. അത് അവരും ജ്യേഷ്ഠവും അനിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരത് പരിഹരിക്കട്ടെ. അത് പരിഹരിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരാളിന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടി ഇത് രക്ഷപ്പെടാമെന്ന് കരുതുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കേന്ദ്രമന്ത്രിയാണ് BJP സ്ഥാനത്ത്. എങ്ങനെയുണ്ട്? ആരുമായിട്ടാണ് നേരിട്ടുള്ള മത്സരം? LDF ആയിട്ടാണോ BJP ആയിട്ടാണോ നേരിട്ടുള്ള മത്സരം? ആരുമായിട്ടാണ്? അതെ, UDF LDF തമ്മിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായി ഉള്ളത്. അതിനകത്ത് UDFനെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥ ഈ നിയോജകമണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല തരത്തിലുള്ള പ്രചരണങ്ങൾ കൊടുത്തുകൊണ്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. ആ മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ഞങ്ങളാരും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല. നമ്മുടെ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല. UDFയുടെ നല്ല അതുതന്നെയാണ് അടൂർ പ്രകാശിന്റെ ഉറപ്പ്, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ഇത്തവണയും വിജയിക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് അടൂർ പ്രകാശ് ഈ വാഹന പര്യടനം തുടരുന്നത്. അരുൺ പാലോടിനൊപ്പം VV അരുൺ, News 18 തിരുവനന്തപുരം.